പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പം ഞാൻ പറയുന്നത്. യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കളിയാക്കലും കുത്തുവാക്കുകളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. പല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വെച്ചിട്ടായിരിക്കും നമ്മളും ഇതുപോലൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. ഇത് എല്ലാവരുടെയും കാര്യമല്ല, എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഫാമിലിയുടെ അടുക്കായാലും അല്ലെങ്കിൽ അയൽപ്പക്കക്കാരുടെ അടുത്ത് ആയിക്കഴിഞ്ഞാലും ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാലും കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് അവർക്ക് ഭാഗ്യം കൊണ്ട് ഫാമിലിയും ഫ്രണ്ട്സും നെയ്ബേഴ്സും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് യൂട്യൂബിൽ ചെയ്യുന്നവരും ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറീനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാറ്റഗറിയിലാണ്. അതേ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു, വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഓരോ ആൾക്കാർ നമ്മളെ കളിയാക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടാവുക. എന്താ യൂട്യൂബർ പോന്നാ അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊക്കെ കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ഡീമോട്ടിവേറ്റീവ് ആവാൻ പാടില്ല. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നമ്മുടെ എയിം എന്താണ്? യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കുക. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ആദ്യത്തെ ഒരു പ്രൈമറി എയിം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആക്കുക. അതിനുശേഷം നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടുക, നമ്മുടേതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടുക. നമ്മളൊരിക്കലും അതിൽ വിഷമിച്ചിരിക്കാൻ പാടില്ല. കളിയാക്കുന്നുണ്ടെങ്കിൽ കളിയാക്കുന്നവരങ്ങ് കളിയാക്കിയിട്ട് പോട്ടെ. കാരണം നമ്മുടെ എയിമിനെ കുറിച്ചിട്ട് നമുക്കറിയാം. നമ്മൾ വെറുതെ ഒരു ഇതായിട്ട് തുടങ്ങിയതല്ല, നമുക്ക് അതിൽ നിന്നൊരു ലക്ഷ്യമുണ്ട് അല്ലേ. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കണം, നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മളെടുത്ത് എന്തെങ്കിലും ഒരു സാധനത്തിന് ആവശ്യപ്പെടുമ്പം അത് മറ്റൊരാളോട് സമ്മതം ചോദിക്കാതെ, അത് സ്വന്തം ഭർത്താവായി കഴിഞ്ഞാലും സമ്മതം ചോദിക്കാതെ നമ്മുടെ കയ്യിലുള്ള നമ്മൾ സമ്പാദിച്ച ക്യാഷ് മുടക്കിയിട്ട് അത് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് എന്തിനാ വെറുതെ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നും പിന്തിരിഞ്ഞ് ഓടേണ്ട ഒരാവശ്യമില്ല. ഇതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. വലുതായ രീതിയിലൊന്നും പറഞ്ഞ് ആരും ബോറടിപ്പിക്കുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിലുള്ള കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. അതായത് എന്നെ സപ്പോർട്ട് ചെയ്തവരെക്കാളും കൂടുതൽ അതിന് എഗെയിൻസ്റ്റ്, അതായത് നേരിട്ട് വന്നിട്ട് നീ യൂട്യൂബ് ചെയ്യണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളത്, അതിന് കളിയാക്കുന്ന രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫാമിലി ഫംഗ്ഷനോ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു ഫോൺ എടുത്ത് കയ്യിൽ പിടിക്കുന്നതായിരിക്കും. വ്ളോഗർ വന്നിട്ടുണ്ട്, അതെ, അല്ലെങ്കിൽ യൂട്യൂബർ വന്നിട്ടുണ്ട്, യൂട്യൂബർ ഇപ്പം നമ്മളെല്ലാം വീഡിയോ എടുത്തിടും. അതൊക്കെ നമ്മളെ കളിയാക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കാതിരിക്കുക. നമ്മൾ യൂട്യൂബിലൊരു വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാത്തവരും ആ ഒരു വീഡിയോ കാണും. ഇപ്പോൾ ഷോർട്സ് ആയി കഴിഞ്ഞാലും വീഡിയോസ് ആയി കഴിഞ്ഞാലും. സോ അതിൻ്റെ താഴേക്ക് വന്നിട്ട് നമ്മളെ കളിയാക്കുന്ന രീതിയിൽ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ പറയുമ്പം നമുക്കായാലൊരു അയ്യോ ഇവരെന്തിങ്ങനെ പറയുന്നേ, മറ്റുള്ള ആൾക്കാർ കാണുന്നതല്ലേ ഈ കമൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളാകെ വിഷമിക്കും അല്ലേ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എനിക്കൊക്കെ പറ്റിയൊരു തെറ്റായിരുന്നു അത്. അങ്ങനെ വന്ന് കമൻ്റൊക്കെ ചെയ്യുന്നവർ, അതായത് വേണമെന്ന് കരുതിയിട്ട് തന്നെ നമ്മളെ ഒന്ന് ഷെയിം ചെയ്ത് കളയാന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വിഷമിച്ചിട്ട് അല്ലെങ്കിൽ നാണക്കേടാണല്ലോ എന്ന് ഓർത്തിട്ട് ആ കമൻ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അതുവഴി എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ നമ്മുടെ ചാനൽ കുറച്ചുകൂടി റീച്ച് ആവുക ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. ഞാനൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ, ആ സമയത്ത് ഇങ്ങനെ കമൻ്റൊക്കെ കാണുമ്പം നേരെ പോയി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെ നമ്മളെ കളിയാക്കുന്ന സമയത്ത് അവർ കരുതുന്നുണ്ടാവും ഈ ഒരു കളിയാക്കലുകളൊക്കെ കൊണ്ട് നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് എന്നുള്ളൊരു എയിം നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അല്ല, അവർക്കല്ല നമ്മുടെ ലക്ഷ്യം അറിയുന്നത്, നമുക്കാണെന്നറിയാം. സോ നമ്മൾ മറ്റൊരാളെ വാക്ക് കേട്ടിട്ട് നമ്മൾ വിചാരിച്ച കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ട ഒരാവശ്യമില്ല. ഞാനായിക്കഴിഞ്ഞാലും ആ ഒരു സമയത്ത് ഇങ്ങനെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് യൂട്യൂബിൻ്റെ ABCD അറിയാതെ നിൽക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ വരുക, അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ പോലും നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിയുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഫീല് വരും, നമുക്കിത് സ്റ്റോപ്പ് ചെയ്താലോ, ഇനി മുന്നോട്ടേക്ക് ഇത് കൊണ്ടുപോകണ്ടെന്നൊക്കെ ഉള്ളത്. നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റൊരാളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ, എന്ത് കണ്ടൻറ്റാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ മറ്റൊരാളെ ഇതിന് അവരുടെ വാക്കുകളൊന്നും കേൾക്കേണ്ട ഒരാവശ്യമില്ല.
അവർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അതെല്ലാം മോശം രീതിയിൽ നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ടാകാം. നല്ലത് കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ മോശവും കേൾക്കുക, അത് പക്ഷെ നമ്മുടെ മൈൻഡിലോട്ടേക്ക് എടുക്കണ്ട. ഇതിപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പം കടന്നു പോകുന്നവരായിരിക്കും. അവർ കരുതും അങ്ങനെ ഇങ്ങനെ നമ്മളെ നേർക്ക് അങ്ങനെ വേണ്ട, വീഡിയോസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ തോന്നുമെന്നുള്ളതൊക്കെ. ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് കളിയാക്കുന്നവർക്ക് നമ്മുടെ എയിമിനെ കുറിച്ച് അറിയോ, നമ്മുടെ ലക്ഷ്യത്തിനെ കുറിച്ച് അറിയോ? ഒരിക്കലുമില്ല. നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഈ പറയുന്നവർ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പോട്ടെ 1 മാസം പറഞ്ഞിട്ട് അവരങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവിടെ വോയിസ് ഉണ്ടാവില്ല പറയാൻ വേണ്ടിയിട്ട്. പറഞ്ഞാകുമ്പോൾ അവരതങ്ങ് നിർത്തിയിട്ട് പോകും. യൂട്യൂബിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയില്ല. കാരണം അതിൽ നമ്മളിടേണ്ട എഫേർട്ടും നമ്മുടെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ അവർക്കറിയാം. പക്ഷേ യൂട്യൂബൊന്നും ഇല്ലാതെ വെറുതെ ഇതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാരാണ് നമ്മളെ നെഗറ്റീവ് പറയാൻ നിൽക്കുക. സോ നിങ്ങൾ ആ സമയത്ത് ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ? അവർ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഓരോ കണ്ടൻറ് ഉണ്ടാക്കുകയും ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഇതൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണോ? അല്ല. അവർക്കൊരു ഐഡിയ പോലും ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ചിട്ടാണ് അത് നിങ്ങൾ ചെയ്യുമ്പോൾ അവരത് നെഗറ്റീവ് പറയുന്നതും നിങ്ങളെ കളിയാക്കുന്നതും. അതെന്തിനാണ് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യം? അവർക്ക് ഇതിൻ്റെ ABCDEFGHIJ ഒന്നും അറിയില്ല അല്ലേ? അപ്പോൾ അതറിയാതെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇത്രയും എഫേർട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ കളിയാക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വിവരവും ഇല്ലാണ്ടാ പറയുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങളോട് ആരെങ്കിലും ഈ വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കളിയാക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി, എന്നെ നിങ്ങൾ ഈ കളിയാക്കുന്നുണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇപ്പം ക്യാമറ ഫേസ് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്, അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ കാണുന്നൊരു സംഭവമാണ് ഈ യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ, അതിൽ വന്നിട്ട് ഇതുപോലെ ക്യാമറ ഒക്കെ ഫേസ് ചെയ്തിട്ട് സംസാരിക്കാനുള്ള ഗഡ്സ് നിങ്ങൾക്ക് ഉണ്ടോ? അതിന് പ്രത്യേകിച്ചൊരു അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ആക്റ്റീവായിട്ട് നിന്നിട്ട് ഫോൺ നോക്കി സംസാരിക്കാനൊക്കെ പറ്റൂ. അത് നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ കുറ്റം പറയേണ്ട ആവശ്യം, അല്ലെങ്കിൽ എന്നെ കളിയാക്കേണ്ട എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് ഉള്ളത്? ജസ്റ്റ് അത് ചോദിച്ചാൽ മതി. അവർക്ക് ആ യോഗ്യത ഇല്ല. നമ്മളെ കളിയാക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതെ അതും കേട്ട് പോകുമ്പോഴാണ് അവർ പിന്നെയും കുറച്ചും കൂടി ഉഷാറായിട്ട് നമ്മളെ കളിയാക്കുന്നത്. ഇതിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് അവർക്ക് പറയാൻ ആൻസർ ഇല്ല. മനസ്സിലായില്ലേ? ഈ ഒരു ക്യാമറ ഫേസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളതെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഏത് കോണ്ടന്റ് ആയി കഴിഞ്ഞാലും നമ്മളത് വീഡിയോ ചെയ്യുന്നത് അത്രയും എഫേർട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാമറ ഓരോ പൊസിഷനിൽ വെക്കണം, നമ്മൾ അതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ നോക്കണം. അങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പുറത്തുനിന്നുള്ളവർ കാണുമ്പോൾ അവർ വിചാരിക്കും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ജസ്റ്റ് എന്താ ഒരു വീഡിയോ എടുത്തിട്ട് അതങ്ങ് യൂട്യൂബിലേക്ക് ഇടുകയല്ലേ വേണ്ടത്. അല്ല, ഇതിൻ്റെ ബാക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ആരും അറിയുന്നില്ല. വൺസ് ഈ യൂട്യൂബിലേക്ക് ഇറങ്ങി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും അറിയൂ. കണ്ടിന്യൂസ് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് എന്തായാലും ലഭിക്കും. മറ്റുള്ളവരുടെ വാക്ക് യൂട്യൂബ് എന്നുള്ള കാര്യത്തിലല്ല, അല്ലാതെ തന്നെ മറ്റൊരാൾ നമ്മളെ കളിയാക്കുന്ന രീതിയിൽ, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കുക. ഈ പറയുന്നവരൊക്കെ കുറച്ചു കാലം മാത്രമേ പറയൂ. അത് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നിർത്തും. അത് നമ്മുടെ മുന്നിൽ നിന്ന് പറയുന്നത് നിർത്തും. എന്നാലും നമ്മൾ കേൾക്കാതെ, നമ്മളറിയാതെ നമ്മളെക്കുറിച്ച് പറയുന്നവരുണ്ടാകും. പറഞ്ഞോട്ടെ, കാരണം നമ്മളത് കേൾക്കുന്നില്ലല്ലോ. സോ അത് കേട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ആവാനും പോകുന്നില്ലല്ലോ. അവരവിടെ നറ്റക്കിരുന്ന് പറഞ്ഞോട്ടെ. അതുകൊണ്ട് ആരും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് ഡീമോട്ടിവേറ്റ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം നിങ്ങൾക്ക് പ്രധാനം. വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം പിടിച്ചു എന്ന് വരും. പക്ഷേ നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് കരുതിയത് തന്നെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചേച്ചിമാർ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കൺസേൺ ആണ്, യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മടിയാവുന്നു. അവർ ഓൾറെഡി സ്റ്റാർട്ടൊക്കെ ചെയ്ത് വെച്ചു, പക്ഷേ ഇതുവരെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ഷോർട്സൊക്കെ ഇട്ടിട്ടില്ല. അതൊരു ഷോർട്സ് എന്തെങ്കിലും പൂവിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ഫേസ് ഒന്നും കാണിച്ചിട്ട് അവർ വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക്
മറ്റുള്ളവർ, അതായത് പുറത്തുനിന്ന് കാണുന്നവർ എന്തെങ്കിലും പറയുമോ കളിയാക്കുമോ എന്നുള്ള ടെൻഷനുണ്ട്, അപ്പം നാണക്കേടുണ്ട് എന്നൊക്കെ. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാതെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതിലൊരു പാഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു വീഡിയോ ഇപ്പം ഇത്രയ്ക്കേ പറയാനുള്ളൂ. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇപ്പം ഈ പറഞ്ഞ നാണക്കേടും ചമ്മലൊക്കെ മാറ്റി യൂട്യൂബിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അടുത്തൊരു പുതിയ യൂട്യൂബ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.